ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചക്കയുടെ ഉണ്ടാക്കിയാലോ? ഇപ്പം ചക്കയുടെയൊക്കെ സീസണല്ലേ. അപ്പം നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, തേങ്ങ കുറച്ച്, ശർക്കര 3 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, അരിപ്പൊടി 2 കപ്പ്. നമ്മൾ ചക്കയുടെ പല രീതിയിലുണ്ടാക്കും. എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിത് ഇവിടെ കാണിക്കുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചത്, അതിലേക്ക് തേങ്ങ, നമ്മുടെ ഇഷ്ടത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഈ ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ പഞ്ചസാരയോ ശർക്കരയോ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കുറച്ച് ശർക്കര മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത്, 1 നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന മുണക്ക് നമുക്ക് പൊടിയൊന്ന് കുഴച്ചെടുക്കണം. ഇത് അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ പൊടിയാണ്. ഇതിലേക്ക് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ എണ്ണ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഞാനിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓരോരുത്തരുടെയും പൊടിക്കനുസരിച്ച് വെള്ളത്തിന് വ്യത്യാസം വരും. നിങ്ങൾ പണ്ടൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ചക്കയുടെ ഉണ്ടാക്കിയത്. നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് വാഴ ഇലയിലോ ഇലയില്ലെങ്കിൽ ബട്ടർ പേപ്പർ എടുത്താലും മതി. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു ഉരുള എടുത്തിട്ടുണ്ട്. നമുക്കിത് എടുത്തു വെച്ചേക്കുന്ന ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കൈ ഒന്ന് വെള്ളത്തിൽ നനയ്ക്കുക. അത് കഴിഞ്ഞ് പരത്തിയാൽ എളുപ്പമുണ്ടാവും. വളരെ കനം കുറച്ച് ബാക്കി മാവ് നമുക്ക് ഇനി എടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് കൈയൊന്ന് നനച്ചു കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഉണ്ട്. ഇനി നമ്മളിത് സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മുടെ ചക്കയുടെ സിമ്പിളായിട്ടുള്ള ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാണ്, കണ്ടോ? ഇതത്തേന്ന് ഇങ്ങനെ വിട്ടുവരും. ചക്കയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.